ഹായ്, സുഖല്ലേ? ഇന്ന് ടൈറ്റിലിൽ കണ്ട പോലെ 4 പൊടിക്കൈകളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കർക്കിടകത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പറ്റിയ സാധനങ്ങൾ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു എണ്ണ കാച്ചാം തലയിൽ തേക്കാൻ വേണ്ടി. പെട്ടെന്ന് അന്നന്നേക്കുള്ളത് ചൂടാക്കി തേക്കണ മാതിരിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു കുരുമുളക്, പിന്നെ നമുക്ക് വേണ്ടത് 2 തുളസിയുടെ ഇല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ എത്രയാണ് ഒരു ദിവസം തേക്കാനെടുക്കുക അത്രയും മാത്രം. ഇനി അതിനെ നമുക്കൊരു ചെറിയ ചീഞ്ചട്ടിയിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ചെറിയ കയ്യിലാണ് കേട്ടോ ചൂടാക്കണത്. ഇത്ര എണ്ണ എനിക്ക് ഒരു ദിവസത്തേക്ക് തേക്കാൻ വേണ്ടു. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മളുടെ ഉള്ളി, ഒരു കുരുമുളക് പൊട്ടിച്ചതും, പിന്നെ കറിവേപ്പിലയും, പിന്നെ നമ്മളുടെ തുളസിടയിലയും. ഇനി വേണമെങ്കിൽ ജീരകമൊക്കെ ഇടാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടയിലിടാം, തെച്ചിപ്പൂവ് ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ഉള്ളി മൂത്ത് വരണേ. അപ്പോൾ നമുക്കിതിനെ ആറാൻ വയ്ക്കാം. എന്നിട്ട് നല്ല ചൂടോടെ തേക്കരുത്, ഇളം ചൂടോടുകൂടി നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം. പക്ഷേ ഇതിൻ്റെ ഈ കക്കം എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ നമ്മൾ തലയിൽ തേക്കും, അല്ലെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ തേക്കും. അപ്പോൾ അത് ഞാൻ കളയാറില്ല കേട്ടോ. പറയാൻ മറന്നു, ഞാൻ മൈലാഞ്ചി ഇട്ടു കേട്ടോ. 1-ാം തീയതി 38 വെള്ളിയല്ലേ സംക്രാന്തിയുടെ. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടു. ചുമന്നില്ല, 10 മിനിറ്റേ വെച്ചുള്ളൂ. ഇനി വേണ്ടത് ഒരു ചുക്ക് കാപ്പി. അപ്പോൾ അതിന് വേണ്ടി ചുക്ക്, പച്ചമല്ലി, മാതളത്തിൻ്റെ തൊണ്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ, അതിന് നല്ല ഔഷധ ഗുണങ്ങളാണ്. പിന്നെ 2 ഏലക്കായ, പിന്നെ കുരുമുളക് ഒരു 4-5 മണി കേട്ടോ. ഇത് വേണമെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് പൊടിയാക്കി വെക്കാം. എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം, കാരണം ഒക്കെ ഓരോ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മല്ലി നന്നായിട്ട് മുക്കണം, നല്ല മണം വരണം. പിന്നെ അതിലേക്ക് കുരുമുളകും ഏലക്കായും കൂടി ഇടാം. ചുക്കിൻ്റെ തൊലി കളയാൻ ശ്രമിച്ചു, പക്ഷെ അത് പോയില്ല, നല്ല ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ മാതളത്തിൻ്റെ തൊണ്ടും ചുക്കും കൂടിയിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തുള്ളൂ. ഇനി നമുക്ക് ആ മല്ലിയിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് ചിലവർ അതിനെ നന്നായിട്ട് ചലിച്ചെടുക്കും. പക്ഷെ അങ്ങനെ വേണ്ട, നമ്മൾ കാപ്പിയിലിട്ട ശേഷം അരിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൽക്കണ്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ട ഇടണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ച് വയ്ക്കാം, കേടുവരില്ല. പക്ഷേ ഞാനിപ്പോൾ കരിപ്പട്ടിയാണ് ഇടുന്നത്, നമ്മുടെ ചക്കരയാണ് ഇടണത്, പനം ചക്കര. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പൊടിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ കൽക്കണ്ട ഇട്ട് പൊടിക്കുകയാണെങ്കിൽ അത് പൊടിച്ച് വെച്ചോളൂ. അല്ല ചക്കര എന്താ പറയുക കരിപ്പട്ടിയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് പൊടിക്കരുതുള്ളൂ. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതിൽ 2 ഇട്ട് പൊടിച്ചിട്ടില്ല, ആ മസാലകൾ മാത്രമാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് കൽക്കണ്ട ആണെങ്കിലും കരിപ്പട്ടി ആണെങ്കിലും നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ കരിപ്പട്ടിയാണ്, ഞങ്ങൾ ചക്കര എന്ന് പറയും കേട്ടോ, പനഞ്ചക്കര. അപ്പോൾ ഈ ചക്കരയാണ് അതിലേക്ക് ഇട്ടത്. ഇനി അതിലേക്ക് 1-1.5 സ്പൂൺ നമ്മളുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കുമല്ലി പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം, പൊടിയൊക്കെ ഒന്ന് അതിലേക്ക് മിക്സ് ആവണ വരെ. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. മല്ലിയൊക്കെ നന്നായി വറക്കണം കേട്ടോ, അപ്പോഴാണ് ഈ നല്ല മണം കിട്ടുക. മാതളത്തുണ്ടെങ്കിൽ ഇനി കളയരുത്, സൂക്ഷിച്ച് വയ്ക്കും. ഇത് കുടിക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് സാധാരണ ചായയും കാപ്പിയും ഒന്നും കുടിക്കാനൊന്നുമില്ല. മഴക്കാലത്ത് എന്തായാലും ഇത് കുടിക്കുള്ളൂ, നല്ലതാണ് നമ്മളൊക്കെ ശരീരത്തിനും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ. നിങ്ങളിതൊക്കെ ഉണ്ടാക്കാറുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്കിത് ഗോൾഡൻ മിൽക്കിനെ പറ്റി ഞാൻ ഒന്നും പറയണ്ടല്ലോ. ഇത് രാത്രിയാണ് കേട്ടോ കുടിക്കേണ്ടത്. ചുക്ക് കാപ്പി രാവിലെ ഉച്ചയ്ക്കൊക്കെയാണ് കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറങ്ങാൻ പോണ സമയത്താണ് കുടിക്കേണ്ടത്. കഫക്കെട്ടും ചുമയെല്ലാം മാറും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 10 ദിവസം കുടിച്ചു നോക്കൂ. നല്ല പശുവും പാല് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് അരിച്ചെടുക്കണം. ഇത് ഒരുപാട് കുടിക്കരുത് കേട്ടോ, ഒരു ചെറിയ ഗ്ലാസ്സിൽ കുടിക്കാൻ പാടുള്ളൂ, അതും ഇളം ചൂടോടെ. നന്നായിട്ട് അരിച്ച് നന്നായിട്ട് ആറ്റി ഇളം ചൂടോടുകൂടി ഇത് കുടിച്ചിട്ട് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറക്കവും കിട്ടും, നമ്മുടെ ചുമയും കഫക്കെട്ടും ഒക്കെ മാറും. ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും സ്ഥിരമായിട്ടിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തണുപ്പ് കാലം വന്നാൽ ഞങ്ങളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കലുണ്ടായിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് തേച്ച് കുളിക്കാനുള്ള ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ പണ്ടാണെങ്കിൽ ചന്ദനം മഞ്ഞളൊക്കെ ഉരച്ചിട്ടൊക്കെ തേച്ച് ചെറുപയർ പൊടി അരച്ചിട്ടൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം പൊടിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടി, മഞ്ഞപ്പൊടി, ഡ്രൈ റോസ് പെറ്റൽസ്, പിന്നെ കുറച്ച് ചെറുപയർ കേട്ടോ, പച്ചയാണ് പൊടിക്കേണ്ടത്. അപ്പോൾ ചെറുപയറും പിന്നെ നമ്മുടെ ഡ്രൈ റോസ് പെറ്റൽസും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. മറ്റേത് 2 ഓൾറെഡി പൊടിയാണല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കച്ചോലം ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ നമ്മൾക്ക് രാമച്ചം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല വാസന ഉണ്ടാവും. ഞങ്ങൾ കച്ചോലത്തിന് പൂലാങ്കിഴങ്ങ് നട്ടോ പറയുക. അപ്പോൾ അതും ഇട്ടിട്ട് പൊടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ച് ഡബ്ബയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും 2 സ്പൂൺ എടുത്തിട്ട് തൈരിലോ, നിങ്ങൾക്ക് ബോഡിക്ക് ഏതാ സൂട്ടാണെന്ന് വെച്ചാൽ തൈരിലോ പാലിലോ റോസ് വാട്ടറിലോ പാലിൻ്റെ പാടയിലോ എന്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൂട്ടാവണ പോലെ അത് ഉപയോഗിക്കാറുള്ളൂ. തേച്ചിട്ട് നമ്മുടെ ബോഡി മുഴുവൻ തേച്ച് കുളിക്കാൻ വേണ്ടി ബെസ്റ്റ് പൗഡിയാണ്. അധികം ചിലവൊന്നുമില്ല, വീട്ടിലത്തെ സാധനങ്ങൾ മാത്രം തന്നെ മതി. ഞാൻ പാലാണ് കേട്ടോ ഒഴിച്ചിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിന് അലർജിയൊന്നും പൊതുവെ കേട്ടിട്ടില്ല, എന്നാലും ചെവിയുടെ ബാക്കിലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തേച്ചോളൂ കേട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.